ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകളെല്ലാം നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ നടക്കുന്നൊരു കാലഘട്ടം കൂടിയാണിത്. ചാലക്കുടി സ്വദേശിയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനും ആയ PN ശിവൻ, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മതിലിൽ മുഴുവനും ഭരണഘടനയുടെ ആമുഖവും അതിനോടൊപ്പം തന്നെ ചില ആർട്ടിക്കിളുകളും എല്ലാം തന്നെ എഴുതി പ്രദർശിപ്പിക്കുകയാണ്. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ് അദ്ദേഹം. ഞാനിപ്പോൾ എൻ്റെ മതിലിൽ തന്നെ ഇത് എഴുതി വയ്ക്കുന്ന സമയത്ത് പല ആൾക്കാരും വന്ന് ഇതെന്താ സാധനം, ഇത് എവിടെ എഴുതിയേക്കണേ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് നല്ല വിദ്യാഭ്യാസമുള്ള BTech മുതൽ കഴിഞ്ഞ വ്യക്തികൾ വന്ന് എന്നോട് ചോദിച്ചത്. ഒരു +2 കഴിഞ്ഞ് വരുന്ന വ്യക്തി തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടന എന്നൊരു പുസ്തകം ഉണ്ടെന്നും അതിൽ ഇന്ന കാര്യങ്ങളുണ്ടെന്നും വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഇപ്പോൾ എനിക്ക് തന്നെ ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായില്ല. ഇപ്പോഴും കംപ്ലീറ്റ് അറിഞ്ഞിട്ടല്ല ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ആർട്ടിക്കിൾ 15, 17 ഇതൊക്കെ വായിക്കുന്ന സമയത്ത് എനിക്കുണ്ടായ ഓരോ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആലോചിച്ച് പോയി. ഞാൻ UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അധ്യാപകൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചിട്ട്, എൻ്റെ പേര് ശിവൻ എന്നാണ്, ആ ശിവൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നേരെ കൈ ചൂണ്ടിട്ടില്ല. നേരെ മറിച്ച് ആ പറക്കൊച്ചൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞേക്കുന്നത്. കാരണം ഞാൻ ഒരു പറയ സമുദായത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് ശേഷം ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം ഞാൻ നാടകത്തിലൊക്കെ എനിക്ക് ബെസ്റ്റ് ആക്ടറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സിൽ ഡിസ്കസ് ത്രോയിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ SSLCയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ. പക്ഷേ എന്നെ ഇതേവരെയായിട്ടും ആ അധ്യാപകർ ആ സ്കൂളിന് പുറത്തൊരു മത്സരത്തിന് എന്നെ കൊണ്ടുപോയിട്ടില്ല, ഒരു ഉപജില്ല മത്സരത്തിനോ കൊണ്ടുപോയിട്ടില്ല. കാരണം ഇതൊക്കെ ഈ ജാതീയമായ ആക്ഷേപമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ആണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ശേഷം ഞാൻ SSLC അന്ന് 86 ഞാൻ ഫസ്റ്റ് ക്ലാസ് കൂടി പാസ്സായി. അന്നൊക്കെ 86 ഫസ്റ്റ് ക്ലാസ്സിന് വലിയ വെയിറ്റുള്ള സമയമാണ്. അന്ന് അവിടുത്തെ ഹെഡ് മാസ്റ്ററായിട്ട് അച്ഛൻ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത്, നിനക്കും കിട്ടിയോ ഫസ്റ്റ് ക്ലാസ്? അതായത് എന്നെപ്പോലുള്ള ഒരാൾക്ക് ഈ ഫസ്റ്റ് ക്ലാസ് ഒന്നും മേടിക്കാൻ പാടില്ല, അത് വലിയൊരു പാവമാണെന്നൊക്കെയാണ് ഇവർ ധരിച്ചേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്നെ പഠിപ്പിച്ചിരിക്കുന്ന അധ്യാപകർക്ക് പോലും ഇന്ത്യൻ ഭരണഘടന ഉണ്ടെന്നും ഇങ്ങനെയുള്ള ആ ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിൽ വച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതൊക്കെ ഒരു കുറ്റമാണെന്നുള്ളത് അവർക്കറിയില്ല. പിന്നെ പഠിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികൾക്ക് അറിയണ എങ്ങനെയാണ്? ഈ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കാണുന്നത് വിളക്ക് വെച്ച് ഭരണഘടനയെ ആരാധിക്കുന്നതാണ്. ഒരു വലിയ വായനശീലമൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ വായിക്കുന്ന ആളാണ്. എൻ്റെ ഇരിക്കുന്നതിനകത്ത് ബൈബിളും ഖുർആനും ഭഗവത്ഗീത എല്ലാം ഉണ്ട്. പക്ഷേ ഇതിനകത്തെല്ലാം ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ എനിക്ക് മനസ്സിന് തൃപ്തി തോന്നിയതും നമ്മൾ ജീവിക്കേണ്ടതായിട്ടുള്ള സന്ദേശങ്ങളുള്ളതും ഈ ഇന്ത്യൻ ഭരണഘടനയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഞാൻ ഇത് എൻ്റെ ഒരു ആത്മാവായിട്ട് ഇന്ത്യൻ ഭരണഘടന ഞാൻ കൊണ്ടു നടക്കണം. അത് ഞാൻ വച്ച് ആരാധിക്കണം. ഈ മൂല്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ഇപ്പോൾ അങ്ങനെ ഓരോക്കെ സംസാരിച്ചിട്ട് എനിക്ക് ഓരോന്നൊക്കെ പറഞ്ഞു തന്ന് ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. ഈ വീടിനകത്ത് ഒരുപാട് പുസ്തകങ്ങളുണ്ട്, പക്ഷേ എല്ലാത്തിനും ഉപരി ഭരണഘടനയാണ് എന്ന ഒരു സന്ദേശം കൂടിയാണ് ഈ വീടിനകത്തേക്ക് എത്തുമ്പോഴും ഈ വീടിൻ്റെ മതിൽ കാണുമ്പോഴും എല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. ഷെറിനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. MS ലിഷോയാണ് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തിയത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നത് ശ്യാംപ്രസാദ് ഉത്തമനായിരിക്കും. ശ്യാമ്, എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയെ അല്ലെങ്കിൽ എൻ്റെ ഭരണഘടനയെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്ക് അത്ഭുതം. അദ്ദേഹം ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഇത് മാറ്റി നിർത്തപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടത് ഭരണഘടനയിലാണ് എന്ന് അദ്ദേഹം അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലത്ത് അതിനെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ആ അത്ഭുതവും കൂടുവാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വേറിട്ടതാക്കുന്നതും ഒരു എഴുതി വെക്കപ്പെട്ട ഒരു ഭരണഘടന നമുക്കുണ്ട് എന്നതാണ്. ആ ഭരണഘടന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന മോട്ടോർ വാഹന വകുപ്പിലെ ഈ ശിവൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം ഉറപ്പായിട്ടും വലിയ വിജയം തന്നെയാണ്. കാരണം ഇത്രയും വലിയ അവഗണനകൾ ഉൾപ്പെടെ നേരിട്ടിട്ടും അതിനെല്ലാം അതിജീവിച്ച് ഇന്ന് ആ ഒരു സർവീസിലിരുന്നു കൊണ്ട് ഭരണഘടന പോലെയുള്ള ആ ഒരു വലിയ പുസ്തകം, അതിൻ്റെ മൂല്യങ്ങൾ അത് സമൂഹത്തിന് കൂടി പകർന്നു നൽകുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ മാറുന്നു. എന്തുകൊണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ജാതീയപരമായ രീതിയിലുള്ള ഒട്ടനവധി വേർതിരിവുകൾ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ അധ്യാപകരിൽ നിന്ന് പോലും അങ്ങനെ അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയുന്ന അന്നത്തെ കാലഘട്ടത്തിലെ ഒരു വേർതിരിവ്, ജാതിപരമായ ഒരു വേർതിരിവാണ് അന്ന് അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നത്. പക്ഷേ ആ വേർതിരിവ് കൊണ്ട് ഒരുപക്ഷെ വേണമെങ്കിൽ ഈ പറയുന്ന പഠിത്തം പോലും നിർത്താമായിരുന്നു. പക്ഷേ അതിനെല്ലാം പുള്ളി അതിജീവിച്ച് ഈ പറയുന്ന രീതിയിൽ ക്ലാസ്സിലെ മികച്ച ബെസ്റ്റ് ആക്ടറായിരുന്നു. പക്ഷേ പുറത്തേക്ക് ഒരു പരിപാടിക്ക് പോലും ആ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിട്ടില്ല എന്ന് അദ്ദേഹം വേദനയോടുകൂടി പറയുന്നുണ്ട്. ഇതെല്ലാം അനുഭവിക്കുമ്പോഴും
അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് SLC മികച്ച രീതിയിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാകുന്നു. അതിനുശേഷം നല്ലൊരു സർക്കാർ തലത്തിലേക്ക് ജോലിയിലേക്ക് വരുന്നു. ഒരുപക്ഷെ ഇനി പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള തലമുറകൾക്ക് പകർന്നു നൽകാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ശേഷിക്കുന്നത് ഭരണഘടനയാണ്, ആ ഭരണഘടനാ മൂല്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വീട് മുറ്റത്ത് നിറയെ ആ വീടിൻ്റെ മതിലിലും മറ്റുമൊക്കെ ആയിട്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ആമുഖം അത് ഉൾപ്പെടെ എഴുതി വെച്ചുകൊണ്ട് പല ആർട്ടിക്കിളും ആ വീടിനകത്ത് വെച്ചുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഭരണഘടന വിളക്ക് വെച്ച് പൂജിക്കുന്നു. അങ്ങനെ രാജ്യത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് ഭരണഘടനയാണ്. പക്ഷേ ശിവൻചേട്ടൻ അതിനെ ഒരല്പം കൂടി ബഹുമാനം കൊടുക്കുന്നു. കാരണം വേറൊന്നുമല്ല, മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ തൻ്റെ കയ്യിൽ എന്ത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഭരണഘടന. തീർച്ചയായും ശ്യാം, എന്തുകൊണ്ട് ഈ ബഹുമാനം കൂടുന്നു എന്നുള്ളതിന്റെ ഉത്തരവും അദ്ദേഹം തീർച്ചയായിട്ടും നൽകുന്നുണ്ട്. ആ ബഹുമാനം കൂടിപ്പോകുന്നതിലും യാതൊരു പ്രശ്നവുമില്ല എന്ന് തന്നെയാണ്. അത്രത്തോളം മഹത്തരമാണ് നമ്മുടെ ഭരണഘടന. നിങ്ങളും കേട്ടിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഇത്രത്തോളം ബഹുമാനിക്കുന്നത് എന്നുള്ളത്. മാറ്റി നിർത്തപ്പെട്ട ഒരാൾക്ക് മാത്രമേ ആ ഭരണഘടനയുടെ മഹത്വം എന്താണെന്ന് ശരിക്കും മനസ്സിലാവുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ ബഹുമാനിക്കണം. ശരി ശ്യാമ.